അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ജോലി ലഭിക്കാൻ കാരണമായ ഒരു ഖുർആനിക ആയത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നൂറുദ്വാ എന്ന ഈ ഇസ്ലാമിക് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് ബിരുദങ്ങൾ നേടിയിട്ടും അവർ ഉദ്ദേശിച്ച ജോലിയിലേക്ക് എത്താൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ജോലി ലഭിക്കുന്നത് മഹാഭാഗ്യമാണ്. ഒരുപാട് പഠിച്ചിട്ടും ജോലി ലഭിക്കാത്തവർ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇൻഷാ അള്ളാഹ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ജോലി ലഭിക്കാൻ എന്താണ് നാം ഓതേണ്ടത്? അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ജോലി ലഭിക്കാൻ നാം ഓതേണ്ട ഖുർആനിക ആയത്ത് പറഞ്ഞു തരാം. ഇത് ഓതിയാൽ ജോലി ലഭിക്കും ഇൻഷാ അള്ളാഹ്. ജോലി ലഭിക്കാൻ സൂറത്തുൽ ആലിമ്രാനിലെ 73, 74 ആയത്തുകൾ എല്ലാ നിസ്കാര ശേഷവും 3 തവണ വീതം ഓതി ദുആ ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുഅ്മിനൂ ഇല്ലാ ലിമൻ തബിഅ ദീനകും ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹി അൻ യുഅ്താ അഹദും മിസ്ല മാ ഊതീതും ഔ യുഹാജ്ജൂകും ഇൻദ റബ്ബികും ഖുൽ ഇന്നൽ ഫദ്ല ബിയദില്ലാഹി യുഅ്തീ മൻ യശാഅ വല്ലാഹു വാസിഉൻ അലീം. യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഅ വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. സൂറത്തുൽ ആലിമ്രാനിലെ ഈ 2 ആയത്തുകൾ എല്ലാ നിസ്കാര ശേഷവും 3 തവണ വീതം ഓതുക. ഓതുന്നതിൻ്റെ തുടക്കവും ഓതിക്കഴിഞ്ഞ ശേഷവും മുത്തുനബിയുടെ പേരിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു സ്വലാത്ത് ചൊല്ലുക. 3 വട്ടമോ 7 വട്ടമോ 11 വട്ടമോ അതിലധികമോ ചൊല്ലുക. ഈ രൂപത്തിൽ 21 ദിവസം എല്ലാ നിസ്കാര ശേഷവും ഇത് ആത്മാർത്ഥമായി ചൊല്ലുക. ഇഖ്ലാസോടു കൂടി ദുആ ചെയ്യുക. ജോലിയില്ലാത്തവർക്കൊക്കെ അവർ ഉദ്ദേശിച്ച തരത്തിലുള്ള ജോലി അല്ലാഹു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.